ഒരേ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിക്കവലയിലെ ബസ് സ്റ്റോപ്പിന് അവിടെയാണ്. നമ്മുടെ പുതുപ്പള്ളിയിലെ ഇവിടുത്തെ ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങോട്ട് മുന്നോട്ട് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കോട്ടയം SP-ക്കെല്ലാം പരാതി കൊടുത്താണ്. ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല? കാരണം SP-ക്ക് പരാതി കൊടുത്ത് SP അല്ലല്ലോ ഇവിടെ നിർത്തലാക്കേണ്ടത്. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി സ്ട്രോങ് ആയിട്ട് പറയാം ഒരു കാരണവശാലും ഇവിടെ ബസ് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിലപ്പുറം വേറെ ഒന്നുമില്ല. പക്ഷെ അത് എന്നുള്ള പവർ പഞ്ചായത്ത് ഭരണസമിതി കാണിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇവിടെ കൊണ്ടുപോയി 2 പെട്ടയ്ക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തുന്ന മൂലം എന്ത് ബ്ലോക്ക് അവിടെ ഉണ്ടാകുന്നത്. പുതുപ്പള്ളിക്കവലയിലെ ഈ ബ്ലോക്കിൻ്റെ അകത്ത് പെടാത്ത മനുഷ്യരാരുമില്ല. ഈ എള്ളുകാലേക്ക് തിരിയുന്ന അതുപോലെ തന്നെ പഴയ SP-യുടെ മുന്നിലാണ് ബസ് കൊണ്ടുപോയി നിർത്തുന്നത്. പഞ്ചായത്ത് ഭരണസമിതി 2 മാസം മുമ്പ് തീരുമാനമെടുത്ത് കോട്ടയം SP-ക്ക് പരാതി കൊടുത്താണ്. ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല, ഒന്നുമില്ല. അതേ ബസ് കൊണ്ടുപോയി നിർത്തുന്നത് വീണ്ടും പഴയപടി. ഇവിടെ ചിലപ്പം 2 ബസ്സൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് ആ എള്ളുകാല റോഡും കൂടെ അടച്ചാണ് ബസ് വന്ന് നിൽക്കുന്നത്. ഇപ്പം ബസ്സുകാർക്കൊരു കുഴപ്പമുണ്ട്, മറ്റുള്ള വണ്ടികളൊന്നും കയറി പോകരുത്, അവർക്ക് മാത്രം റോഡെന്ന് പറയുന്നത് അവർക്ക് മാത്രം എഴുതി കെട്ടിയത്. അതുകൊണ്ട് അവർ വണ്ടി നിർത്തുമ്പോൾ വഴിയുടെ നടുക്ക് മാത്രം നിർത്തത്തുള്ളൂ. ഇതെന്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത് നിർത്തലാക്കാൻ പറ്റത്തില്ല? ഈ ബസ് സ്റ്റോപ്പ് തൊട്ട് മുന്നിൽ വെയിറ്റിംഗ് ഷെഡ് പണിതിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഞാൻ കുറച്ചു നേരം നിന്ന സമയത്ത് ഇതെടുക്കാമെന്നും വന്നതല്ല, പക്ഷേ അവിടെ ഇതുപോലെ തന്നെ കുറേ നേരം ബ്ലോക്ക് വന്നു. അപ്പം കോട്ടയത്തു നിന്ന് വരുന്ന വണ്ടിയും കൂടെ അവിടെ നിർത്തി ആളെ ഇറക്കി. ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അത് കണ്ടുകൊണ്ട് 2 വണ്ടി ഒരുമിച്ച് കൊണ്ടു നിർത്തി. ഒരു വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല. എന്തുമാത്രം പേര് പോകുന്ന വഴിയാണ്. അതുപോലെ ആശുപത്രിയിലായിട്ട് ആംബുലൻസും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരോട് പറയാനേ ഇതൊക്കെ? കോട്ടയം SP-ക്ക് പരാതി കൊടുത്തിട്ട് ഒരു തീരുമാനമായില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ. കണ്ടോ വഴി ബ്ലോക്കായി നിൽക്കുന്ന കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരുമ്പോഴത്തേന് വണ്ടി കൊണ്ടുപോയി അവിടെ എല്ലാം തോന്നിവാസ വണ്ടി കൊണ്ടിടുന്നത്. ഒരു ബസ് അവിടെ 10 മിനിറ്റത്തോളം ഒരു ബസ്സൊക്കെ ഇവിടെ നിർത്തിയിടും. അടുത്ത ബസ് അവിടെ നിന്ന് വരുന്ന കാണുമ്പോഴേ ഈ ബസ് ഇവിടെ നിന്ന് വിടത്തുള്ളൂ. അങ്ങനെയാണ് പുതുപ്പള്ളിയിലെ അവസ്ഥ. തൊട്ട് മുന്നിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിതിട്ടിട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യർ പോലുമില്ല. അവിടുത്തെ ചില സമയത്തെ കാഴ്ചകൾ പറയാതിരിക്കാനാണ് പറ്റുന്നത്. കാരണം അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്, ആ വെയിറ്റിംഗ് ഷെഡിൽ നടക്കുന്നത്. കണ്ടോ ബസ് കൊണ്ടുപോയി നിർത്തുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണ്ടോ? എല്ലാ ബസ്സും കൊണ്ടുപോയി നിർത്തുന്നത് അവിടെയാണ് നിർത്തുന്നത്. ആ മുകളിലത്തെ വെയിറ്റിംഗ് ഷെഡ് എന്ത് കാര്യത്തിന് അവിടെ പണിതിട്ടിരിക്കുന്നത്? അതിന് ഉപയോഗം ഇല്ലെങ്കിൽ അത് പൊളിച്ച് കളയട്ടെ. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നതാണ്. ഇത് പഞ്ചായത്ത് ഭരണസമിതി ഒരു ദിവസം തീരുമാനിച്ചാൽ മതി ഇത് നിർത്തലാക്കാൻ വേണ്ടി. കാരണം ഒറ്റ ബസ് ഇവിടെ നിർത്തുകയല്ലെന്ന് അവർ തീരുമാനം എടുത്ത് അതിനെ തന്നെ മാറ്റം വരാനാണ്. അത് ചെയ്യാനുള്ള പവർ കാണിക്കണം പഞ്ചായത്ത് ഭരണസമിതി. ഒരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കണം. ഉണ്ട് വെയിറ്റിംഗ് ഷെഡിൻ്റെ അകത്ത് കുറേ ഫ്ലെക്സ് ബോർഡും എല്ലാം വെച്ച് ഇവിടെ വെയിറ്റിംഗ് ഷെഡ് വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ വന്നപ്പോഴത്തേന് നല്ലപോലെ മഴ പെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ വന്ന ആൾക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർ മുഴുവൻ തൊട്ട് വാതുക്കത്തെ ആ SP-യുടെ പഴയ ATM ഉണ്ട്, അങ്ങോട്ടാണ് കയറുന്നത്. ഇപ്പുറത്ത് വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ ബസ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ കയറി നിൽക്കാം. അതുപോലെ തന്നെ സ്കൂളിൽ പരീക്ഷ നടക്കുമ്പോഴത്തേന് ഒരു സൈഡിൽ മുഴുവൻ കൊണ്ട് നിരത്തി വണ്ടി ഇടും. കണ്ടോ? പുതുപ്പള്ളിക്കവലയിൽ തോന്നിവാസം എന്ന് പറയാം. ആർക്കും എവിടെ വേണേലും എപ്പോൾ വേണേലും വണ്ടി കൊണ്ടിടാം. ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കവലയാണ് പുതുപ്പള്ളിക്കവല. പുതുപ്പള്ളിക്കവലയിലെ ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പ്. ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് ഓടുക എങ്ങോട്ട്? കണ്ടോ മഴ പെയ്ത കണ്ടോ? തൊട്ടിപ്പുറത്ത് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് ഒരു പഴയ ATM തന്നെയുണ്ട്. ആ ATM അങ്ങോട്ടാണ് ആൾക്കാർ കയറി വരുന്നത്. അവിടെ ഗേറ്റും കൂടെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നിൽക്കാൻ യാതൊരു സൗകര്യവും ഉണ്ടോ? ഇവിടെ ആൾക്കാർ കയറി നിൽക്കുന്നത് ഉണ്ടോ? ബസ് അവിടെ നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇട്ടുകൊണ്ട് കിടക്കും.
പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ആ കാണാം അത്ര നിൽക്കുന്നുണ്ടോ? ആ അല്ല അവിടെ തൊട്ട് മുന്നോട്ട് പോകാം. കടയില്ലേ?